എന്നാലും എന്തോരം വഴിപാടാണ് ഞാൻ നടത്തിയത്. എത്ര കാശ് ചെലവാക്കി, എത്ര മൊട്ടയാണ് ഞാൻ ചെലവാക്കിയത്. ഒരെണ്ണ ഏറ്റില്ല. ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെയാ ജയിച്ചതെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇതിപ്പോ 140 വോട്ടിനാ മറുത ജയിച്ചത്. ഹോ, ഈ വാർഡിലെങ്ങാനും മത്സരിച്ചിരുന്നത് നമുക്കെങ്കിലും മറച്ചു കുത്തായിരുന്നു. അതെങ്ങനെയാ? അവള് 2ാം വാർഡിൽ പോയല്ലേ മത്സരിച്ചത്? ആളി നമുക്ക് അയൽക്കൂട്ടത്തിൽ നിന്ന് രാജിവെച്ചാലോടോ? അതാണോ ഞാനും ആലോചിക്കുന്നേ. അയ്യോ, ദേടോ അവള് വിളിക്കണ. ഹലോ, മിനി, ചെലവുണ്ട് കേട്ടോ. ഹലോ ചേച്ചി, ഞാൻ ജയിച്ചു കേട്ടോ. അറിഞ്ഞു. ദൈവാനുഗ്രഹം. ഞാനും സീനത്തും കൂടി ദേ ഇപ്പൊ മിനിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളു. 100 ആയുസാ മിനിക്ക്. എന്നാലും ജയിച്ചല്ലോ. ഞങ്ങള് പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും നന്ദി പറയാനാ ഞാൻ വിളിച്ചത്. അയ്യോ, അതൊന്നും വേണ്ട. നമ്മളൊക്കെ ഒന്നല്ലേടോ. ഇന്നും രാവിലെ ഞാൻ ദേ മിനിക്ക് വേണ്ടി തേങ്ങ ഉടച്ചതേ ഉള്ളു അമ്പലത്തില്. നമ്മളെ സീനത്തടുത്തുണ്ട്, കൊടുക്കാം. ഒന്ന് കൊടുത്തേ. മിനി മെമ്പറേ, കൺഗ്രാചുലേഷൻസ്. ഞാൻ എപ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മിനി ജയിക്കാൻ. താങ്ക് യു. ഇനി പ്രസിഡന്റ് മറ്റോ ആകുമോ മിനി? മിനിയൊക്കെ നല്ല കഴിവുള്ള ആളാണല്ലോ, അതാ ചോദിച്ചത്. ചെല്ലപ്പോഴാകും. നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണല്ലോ. എന്നാ ഞാൻ വെക്കട്ടെ. കുറെ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ളതാ. ബൊക്കയും മാലയും കൊണ്ട് എന്റെ മുറി നിറഞ്ഞിരിക്കുക. അപ്പൊ ശരി, ഓക്കെ, ബൈ. ശോഭേച്ചയോടും കൂടി പറയണേ. ഒന്നും പറയണ്ട, ഞാൻ കേട്ട്. ഹട്ടായ ഇനി അവള് പ്രസിഡന്റും ആകും. എന്റെ പറച്ചോനെ, ഈ പത്രാസ് കൂടി ഞാൻ കാണണോ? എന്റെ ദൈവമേ, ഞാൻ ഇവള് തോക്കാനായിട്ട് ചെയ്ത വഴിപാടെല്ലാം ഒന്ന് വക മാറ്റി പ്രസിഡന്റ് ആകാതിരിക്കാനുള്ള വഴിപാടാക്കി ഒന്ന് മാറ്റണേ ഭഗവാനെ. ഞാൻ അതിന് പ്രത്യേക 101 തേങ്ങ ഉടച്ചേക്കാമേ. തേങ്ങയിലേക്ക് എന്നാവില്ല. 11 തേങ്ങ ഉടച്ചേക്കാവേ.